നമസ്കാരം. കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് കഴിഞ്ഞ 2 ദിവസങ്ങളായി ഓൺലൈനിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ ഈ മുഖ്യധാരാ മാധ്യമങ്ങളുടെ ഓൺലൈൻ പേജുകളുണ്ടല്ലോ, അവയിലെല്ലാം വലിയ ആഹ്ലാദ പ്രകടനങ്ങൾ പ്രേക്ഷകർ ഒരുപക്ഷെ വായിച്ചിട്ടുണ്ടാവും. ദൃശ്യമാധ്യമങ്ങളിൽ അത് അത്രത്തോളം പ്രകടമായി കാണുവാൻ സാധിച്ചിരുന്നില്ല. ഓൺലൈൻ പേജുകളിൽ അവ പ്രകടമായിരുന്നു. എന്തായിരുന്നു ആഹ്ലാദ പ്രകടനമെന്ന് ഒന്ന് സൂചിപ്പിക്കാം, അറിയാത്തവർക്ക് വേണ്ടി, ഇതുവരെ വായിച്ചിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട്. അടിസ്ഥാനപരമായിട്ട് സംഭവത്തിൻ്റെ ഒരു രത്നചുരുക്കം ഇത്രയേ ഉള്ളൂ. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ട്രംപ് ചീത്ത വിളിച്ചു. അതായത് തന്നെ എല്ലാവർക്കും വെറുപ്പാണ്, ഞാൻ കാരണമാണ് താനിപ്പോഴും ജയിലിൽ പോകാതെ കഴിയുന്നത്. അത്തരത്തിലുള്ള ഒരുപാട് വളരെ രൂക്ഷമായി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ഡൊണാൾഡ് ട്രംപ് സംസാരിച്ചു. അതേ തുടർന്ന് ലെബനനിൽ ബെയ്റൂട്ട് ആക്രമിക്കാനുള്ള പദ്ധതിയിൽ നിന്ന് ബെഞ്ചമിൻ നെതന്യാഹു പിന്മാറി ഹിസ്ബുള്ളക്കാരെ വധിക്കുന്നത് ഇസ്രായേൽ സൈന്യം നിർത്തിവെച്ചു. ബെയ്റൂട്ടിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്തിരിഞ്ഞു എന്നുള്ള വാർത്തകൾ വളരെ അത്യാഹ്ലാദപൂർവ്വം ഇവരെല്ലാം പ്രസിദ്ധീകരിച്ചത് പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാകും. കണ്ടിട്ടില്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം കഴിഞ്ഞ 2 ദിവസങ്ങളായി നടക്കുന്നുണ്ട്. ഈ സംഭവങ്ങളുടെ എല്ലാം തുടക്കം അമേരിക്കയിലുള്ള മാപ്രകളിൽ നിന്നാണ്. അമേരിക്കയിലെ മാപ്രകളുടെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ ഒരു ലെഫ്റ്റ് ലീനിങ് എന്ന് അവരെ സംബന്ധിച്ച് പറയും. ഈ ഇടതുപക്ഷ ചായ്വുള്ള അവിടുത്തെ മാധ്യമങ്ങളിൽ പ്രധാനമായി എഡിറ്റോറിയൽ സ്റ്റാഫിൽ ഉൾപ്പെടെ പ്രവർത്തിക്കുന്നത് 2 വിഭാഗക്കാരാണ്. ഒന്ന്, ഭാരതത്തിൽ വേരുകളുള്ള ഇടത് ബുദ്ധിജീവികൾ അല്ലെങ്കിൽ കപട ബുദ്ധിജീവികൾ. 2, പാകിസ്ഥാനിലും ഭാരതത്തിലും വേരുകളുള്ള ജിഹാദികൾ. ഇവരുടെ എല്ലാം സ്വാധീനത്തിൽപ്പെട്ട ചുരുക്കം ചില വെള്ളക്കാരുമുണ്ട്. എഡിറ്റോറിയൽ സ്റ്റാഫിൻ്റെ കാര്യമാണ് പറയുന്നത്. മുതലാളിമാർ വെള്ളക്കാർ തന്നെയായിരിക്കും. ഇനി ഈ എഡിറ്റോറിയൽ സ്റ്റാഫിനും അപ്പുറം ഓപ്പഡ് എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. ഓപ്പോസിറ്റ് ഓഫ് എഡിറ്റോറിയൽ പേജ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഓഫ് എഡിറ്റോറിയൽ പോസ്റ്റ് എന്ന് പറയും. ഓപ്പോസിറ്റ് ഓഫ് എഡിറ്റോറിയൽ പേജ് തന്നെയാണ് ഓപ്പഡ് എന്ന് വിളിക്കുന്ന ഒരു വിഭാഗം. അതായത് ഈ അതിഥികൾ വന്ന് ആ ലേഖനങ്ങൾ എഴുതി പോകുന്നത്. മീരാ നായരെ പോലെ ജിഹാദി സ്വാധീനത്തിൽ പൂർണ്ണമായി പെട്ട വ്യക്തികളോ അല്ലെങ്കിൽ ജോർജ് ക്ലൂണിയെ പോലുള്ള നടന്മാരോ. ജോർജ് ക്ലൂണിയുടെ ഒരു ഓപ്പട്ട് വളരെ പ്രസിദ്ധമാണ്. കാരണം ജോ ബൈഡൻ്റെ പ്രസിഡൻറ്റ് സ്ഥാനാർത്ഥിത്വം തന്നെ തെറിപ്പിച്ചത് ആ ഒരു ഓപ്പഡായിരുന്നു ഈ കഴിഞ്ഞ പ്രസിഡൻ്റ് ഇലക്ഷനിൽ അമേരിക്കയിൽ. അത്തരത്തിലുള്ള ഓപ്പഡുകളുമൊക്കെ എഴുതുന്നവരാണ് ഇത്തരത്തിലൊരു വാർത്ത ചോർന്ന് കിട്ടി എന്നുള്ള രീതിയിൽ പുറത്തുവിട്ടത്. ട്രംപിൻ്റെ സംസാരത്തിൻ്റെ ഒരു ട്രാൻസ്ക്രിപ്റ്റ് എന്നുള്ള രീതിയിൽ തന്നെ കൊടുത്തിരുന്നു. അത് 2 പക്ഷക്കാരുണ്ട്. ഒന്ന്, അവർ വ്യാജമായി നിർമ്മിച്ചൊരു ട്രാൻസ്ക്രിപ്റ്റാണ്. കാരണം പ്രസിഡൻറ്റിൻ്റെ ഓഫീസ് അതിനെ സംബന്ധിച്ച് നിഷേധക്കുറിപ്പൊന്നും ഇറക്കിയിട്ടില്ല. രണ്ടാമത്തെ പക്ഷം പറയുന്നത് ട്രംപിൻ്റെ അടുത്ത വ്യക്തികൾ തന്നെ ഇത് ചോർത്തിക്കൊടുത്തതാണ്. കാരണം ഈ ഇസ്രായേലിനോട് വല്ലാത്തൊരു പക ഇടതുപക്ഷ ചായ്വുള്ള വ്യക്തികൾക്കുണ്ട്. ട്രംപിനേക്കാൾ ദേഷ്യം അവർക്ക് നെതന്യാഹുവിനോടാണ്. അതുപോലെ തന്നെ ഈ ഒരു ഇറാൻ യുദ്ധത്തിലേക്ക് അമേരിക്കയെ മൂക്കുകയറിട്ട് കൊണ്ടുപോയത് ഇസ്രായേലാണെന്നുള്ളൊരു അഭിപ്രായം ട്രംപിൻ്റെ താവളത്തിലും ട്രംപിൻ്റെ ഒപ്പമുള്ളവരിൽ ചിലർക്കുമുണ്ട്. അത് പീറ്റ് ഹെഗ്സെറ്റിനെ പോലുള്ളവർ പുറത്ത് പറയുന്നില്ലെങ്കിൽ പോലും ട്രംപിനോട് വളരെ അടുത്ത വൃത്തങ്ങളിൽ അത്തരത്തിലൊരു അസ്വാരസ്യം നിലനിൽക്കുന്നുണ്ട് ഇസ്രായേലിനെ പ്രതി. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ ഒന്ന് കൊച്ചാക്കുവാൻ വേണ്ടി ഇത്തരത്തിലൊരു സംഭാഷണം അവർ തമ്മിൽ നടന്നു എന്ന ഒരു ധാരണ പരത്തുവാൻ വേണ്ടി ഇസ്രായേലിനെ ഈ ബെയ്റൂട്ട് ആക്രമണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനുള്ള ഒരു സമ്മർദ്ദതന്ത്രമായി ട്രംപിൻ്റെ ക്യാമ്പ് അത് ഉപയോഗിക്കുകയാണ് എന്നുള്ളൊരു പക്ഷക്കാരുമുണ്ട്. ഇതിൻ്റെ വാസ്തവം എന്തു തന്നെയായാലും കഴിഞ്ഞ 2 ദിവസങ്ങൾ മലയാളത്തിൽ മാപ്രകൾക്ക് വലിയ ആഘോഷമായിരുന്നു. ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഡൊണാൾഡ് ട്രംപ് തെറി വിളിച്ചല്ലോ, ആശ്വാസമായി. ഇനിയൊരു 2 ഹൂറികളെ കൂടുതൽ കിട്ടുമായിരിക്കും, നമുക്ക് എഴുതിക്കളയാം എന്ന രീതിയിൽ അവർ അത് പ്രസിദ്ധീകരിച്ച് ആനമയിൽ ഒട്ടകമായി ഇറങ്ങി അങ്ങ് ആഘോഷിച്ചു. പക്ഷേ ആത്യന്തികമായി ഇന്നലത്തെ ബിസിനസ് ഡേ അവസാനിക്കുമ്പോൾ നമുക്കറിയുവാൻ കഴിയുന്ന വിവരം, ബെയ്റൂട്ടിലേക്ക് ഇസ്രായേൽ സൈന്യം എപ്പോഴും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിൻ്റെ ഔദ്യോഗിക ഭാഷ്യം, അതും നെതന്യാഹു നേരിട്ട് തന്നെ പറഞ്ഞത്, ഒന്നുകിൽ അവർ അല്ലെങ്കിൽ ഞങ്ങൾ. അവർ എന്നുദ്ദേശിച്ചത് ഹിസ്ബുള്ളയാണ്. ഹമാസിനെ ഏത് തരത്തിലാണോ ഹൂറിഫൈഡ് ആക്കിയത് അതുപോലെയോ അതിനപ്പുറത്തേക്കോ ഉള്ള ആക്രമണ രീതികളിലൂടെ ഹിസ്ബുള്ളയും അവസാനിപ്പിക്കും, ഹൂറിഫൈഡ് ആക്കും എന്നുള്ള ദൃഢനിശ്ചയത്തിൽ തന്നെയാണ് ഇസ്രായേൽ. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് ഇത് രാഷ്ട്രീയമാണ്, ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ രാഷ്ട്രീയമാണ്. ശരിയാണ്, ഇതിൻ്റെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ടുള്ള ചുവടുവെപ്പുകളെല്ലാം ഉണ്ടാകാം. പക്ഷേ ആത്യന്തികമായി ഇത് ഇസ്രായേലിനെ സംബന്ധിച്ച് നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. കാരണം ചുറ്റും ഇത്രയും ജിഹാദികൾ
വളഞ്ഞു നിൽക്കുമ്പോൾ അടിസ്ഥാനപരമായിട്ട് ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ഡീൽ സൈൻ ചെയ്ത് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് ലഭിച്ചേക്കാം എന്നുള്ളൊരു ധാരണയെങ്കിലും അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയെങ്കിലും വെച്ച് പുലർത്താനുള്ള ഒരു കരാർ ഒപ്പിടിപ്പിക്കുവാൻ വേണ്ടി സ്വന്തം രാജ്യത്തിൻ്റെ നിലനിൽപ്പ് എന്തായാലും ഒരു ചൂതുകളി വിഷയമാക്കില്ല. അതുകൊണ്ട് തന്നെ ബെയ്റൂട്ടിലേക്കുള്ള ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇറാനുമായിട്ടുള്ള ഒരു സമാധാന കരാറിന് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട്. ഹോർമൂസ് ഉൾപ്പെടെയുള്ളത് തുറന്ന് ഇറാനുമായിട്ടുള്ളൊരു സമാധാന കരാറിന് ശ്രമിക്കുന്ന ട്രംപിൻ്റെ ആ നീക്കങ്ങൾക്കൊരു തിരിച്ചടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ട്രംപ് ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ക്ഷുഭിതനാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ചീത്ത വിളിച്ചോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. ചീത്ത വിളിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ബെഞ്ചമിൻ നെതന്യാഹു ഇതിന് പ്രതികരിക്കാനൊന്നും പോകില്ല. കൃത്യമായിട്ട് ഇസ്രായേലിൻ്റെ ഒരു രീതിയുണ്ട്, നിശബ്ദമായി അവരുടെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് പോവുക. അതിൻ്റെ ഒരു പ്രതിഫലനം തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പല ഗൾഫ് രാജ്യങ്ങളിലുമുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങൾ തങ്ങൾ ആക്രമിച്ചുവെന്ന് ഇറാൻ അവകാശപ്പെട്ടതും പെഷസ്കിയാൻ എന്ന ഇറാൻ്റെ പ്രസിഡന്റ് രാജിവെച്ചു എന്നുള്ളൊരു വാർത്ത അമേരിക്ക ഒരു തിരിച്ചടി പോലെ നൽകിയതും, ഇല്ല അങ്ങനെയൊന്നും രാജിവെച്ചിട്ടില്ല എന്ന് IRGCയുടെ റവല്യൂഷണറി ഗാർഡിൻ്റെ വക്താക്കൾ പറഞ്ഞതും, ആ ഒരു വാദപ്രതിവാദങ്ങൾ നടന്നതും, അമേരിക്ക കൃത്യമായി തന്നെ ഇറാനിൽ പല ഭാഗങ്ങളിലും രൂക്ഷമായ ബോംബാക്രമണങ്ങൾ നടത്തിയതും. അപ്പോൾ എന്തായാലും കരാർ ഒപ്പിടുവാനുള്ള ചില ചെറിയ ചെറിയ തടസ്സങ്ങൾ ഇപ്പോഴും മുൻപിലുണ്ട് എന്ന് ട്രംപ് അവകാശപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ട്രംപ് പറയുമ്പോൾ, ആ ചെറിയ ചെറിയ തടസ്സങ്ങളെന്ന് പറയുന്നത് തൂത്തുവാരിയിട്ടുള്ള ബോംബിടലാണ് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു. ആ ബോംബിടലുകൾ സത്യവുമാണ്. പിന്നെ ഈ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ആക്രമിച്ചു എന്ന് പറയപ്പെടുന്നൊരു അവകാശവാദമുണ്ടല്ലോ, അതിൽ മുൻ സൈനിക താവളങ്ങൾ എന്ന് പറയുന്നതായിരിക്കും പല ഈ ആക്രമണ ലക്ഷ്യങ്ങളെയും സംബന്ധിച്ച് പറയുന്നത് നന്നായിരിക്കും. കാരണം മുൻ സൈനിക താവളങ്ങളെന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം അവിടെയുള്ള വിമാനങ്ങളും മറ്റ് സാധന സാമഗ്രികളും ആളുകളും ഉൾപ്പെടെ അമേരിക്ക കൊണ്ടിറക്കിയിരിക്കുന്നത് ട്രംപ് ഇന്നലെ ചീത്ത വിളിച്ചു എന്ന് നമ്മുടെ മാപ്രകളും അവിടുത്തെ ഇടത് ചായ്വുള്ള മാപ്രകളും പറയുന്ന ബെഞ്ചമിൻ നെതന്യാഹു ഭരിക്കുന്ന ഇസ്രായേലിലാണ്. അവിടെയാണ് ഒരു സുരക്ഷിത താവളമായി അമേരിക്ക പശ്ചിമേഷ്യയിലുള്ള മധ്യപൂർവ്വേഷ്യയിലുള്ള ഒരു സൈനിക താവളങ്ങളിൽ നിന്നെല്ലാം മാറ്റിയ സാധന സാമഗ്രികളെയും ആളുകളെയും കൊണ്ട് ഇറക്കിയിരിക്കുന്നത്. ഈ ഇത്രയും പറഞ്ഞ വിവരങ്ങൾ വെച്ചിട്ട് ഈ മാപ്രകളുടെ ഒരു അവകാശവാദം ഒന്ന് വിശകലനം ചെയ്ത് നോക്കൂ നിങ്ങൾ തന്നെ, എത്രത്തോളം സത്യമുണ്ടാകും ഇതിൽ. ട്രംപിൻ്റെ സ്വഭാവം വെച്ച് ഒരുപക്ഷെ അദ്ദേഹം ഒരു രൂക്ഷമായ ഭാഷയിൽ ബെഞ്ചമിൻ നെതന്യാഹുവിനോട് സംസാരിച്ചിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും ചീത്ത വരെ വിളിച്ചിരിക്കാം. കാരണം ട്രംപ് ഒരു വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത പ്രകൃതക്കാരനാണ്, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ രണ്ടാം ഊഴത്തിൽ എന്നുള്ളതിന് തർക്കമൊന്നുമില്ല. പക്ഷേ ബെഞ്ചമിൻ നെതന്യാഹു ട്രംപ് പറഞ്ഞതനുസരിച്ച് വെടിനിർത്തൽ പ്രഖ്യാപിച്ചു, സൈനിക പിന്മാറ്റത്തിന് സമ്മതിച്ചു എന്നുള്ള അവകാശവാദം ട്രംപ് അദ്ദേഹത്തിൻ്റെ ട്രൂത്ത് സോഷ്യലിലൂടെയും നടത്തിയിട്ടുണ്ട്. ഹിസ്ബുള്ളയും സമ്മതിച്ചു, ഇസ്രായേലും സമ്മതിച്ചു. രണ്ട് കൂട്ടരും പറയുന്നു ഒരു സമ്മതവുമില്ല, അടി തുടരും. ഇസ്രായേൽ പ്രത്യേകിച്ച് പറയുന്ന എല്ലാത്തിനെയും ഹോറിഫൈഡ് ആക്കിയിട്ടേ ഞങ്ങൾ നിർത്തുകയുള്ളൂ. ഹിസ്ബുള്ളയിലെ എല്ലാവരെയും തലവന്മാരെയും അല്പം ബെയ്റൂട്ട്, ഇപ്പോൾ ഗാസയുടെ 70% പിടിച്ചെടുത്തതുപോലെ ബെയ്റൂട്ട് വരെയുള്ള ലെബനോൻ്റെ പ്രദേശങ്ങൾ ഇസ്രായേൽ സ്വന്തം നിയന്ത്രണത്തിലാക്കുവാൻ പോകുകയാണ് എന്നാണ് ഇപ്പോൾ അവരുടെ സൈനിക നടപടി വിശകലനം ചെയ്യുന്ന സൈനിക വിദഗ്ധർ പറയുന്നത്. കാരണം അത്തരത്തിലാണ് അവരുടെ സൈനിക നീക്കങ്ങൾ നടക്കുന്നത്. ഇറാൻ അവിടെ ഒരു വശത്ത് കിടന്ന് ബഹളം വയ്ക്കുന്നുണ്ട്, ഞങ്ങൾ ആ കടലെടുക്ക് വീണ്ടും അടയ്ക്കും, ഹോർമൂസിലെ പോലെ തന്നെയായിരിക്കും ചുറ്റുപാടുമുള്ള എല്ലാ കടലെടുക്കുകളും, ഞങ്ങൾ ലോകത്ത് വിനാശം വിതയ്ക്കും, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്നുള്ള അവകാശവാദങ്ങളുമായി ഇറാൻ ഒരു വശത്തുണ്ട്. പക്ഷേ ആ ഒരു യുദ്ധത്തിനെ സംബന്ധിച്ച് ഇസ്രായേൽ ഇപ്പോൾ വലിയ ശ്രദ്ധ ആ ഭാഗത്തേക്ക് കൊടുക്കുന്നില്ല. കാരണം ഇപ്പോൾ അത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഒരു കളിയായി മാറിയിട്ടുണ്ട്. അമേരിക്കയ്ക്ക് മുഖം രക്ഷിക്കണമെങ്കിൽ ആത്യന്തികമായി ഒന്നുകിൽ അവർ പറയുന്ന എല്ലാ വ്യവസ്ഥകളും സമ്മതിച്ച് ഇറാനെ കൊണ്ടൊരു കരാറിൽ ഒപ്പിടിയിപ്പിക്കണം, അല്ലെങ്കിൽ ഇറാനിലെ റവല്യൂഷണറി ഗാർഡ് നിയന്ത്രിക്കുന്ന ഭരണകൂടത്തെ പൂർണ്ണമായും ഇല്ലാതാക്കണം. അത് മാത്രമേ അമേരിക്കയുടെ മുൻപിൽ ഇപ്പോൾ ഒരു മാർഗമുള്ളൂ. ഈ രണ്ട് മാർഗങ്ങളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുക. ഇത് രണ്ടുമല്ലാതെ മറ്റേതെങ്കിലും ഒരു മാർഗത്തിന് ട്രംപ് വഴങ്ങിയാൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കുകയും 2026 നവംബറിൽ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ വരുമ്പോൾ സെനറ്റിലും കോൺഗ്രസ്സിലും ഒരുപക്ഷെ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഭൂരിപക്ഷം നഷ്ടമാവുകയും അതുവഴി ട്രംപ് ഇംപീച്ച് ചെയ്യപ്പെടാനുള്ള ഒരു സാധ്യത തുറന്നു കിട്ടുകയും ചെയ്യും. ഡെമോക്രാറ്റിക് പാർട്ടിയെ സംബന്ധിച്ച് അങ്ങനെ ഒരു സാധ്യത, ഒരു ചെറിയ സാധ്യതയെങ്കിലും തുറന്നു കിട്ടിയാൽ അവരത് കൃത്യമായി ഉപയോഗിക്കുകയും ചെയ്യും. ഈ കാര്യം പലതവണ ഞാൻ തന്നെ തത്വമയി ന്യൂസിലൂടെ പ്രേക്ഷകരുമായി പങ്കുവച്ചിട്ടുള്ളത്. എന്തായാലും കുഴഞ്ഞു മറിഞ്ഞൊരു അവസ്ഥയിൽ കിടന്നിരുന്ന മധ്യപൂർവ്വേഷ്യ എന്തായാലും നിവർന്നു വരുന്നില്ല, കൂടുതൽ കുഴഞ്ഞു മറിയുക തന്നെയാണ്. പ്രശ്നം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇസ്രായേൽ
ബെയ്റൂട്ടിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. മാപ്രകൾ പറയുന്ന തെറിവിളി നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നടന്നിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ട്രംപ് പറഞ്ഞ ഫലം, മാപ്രകൾ ആഗ്രഹിച്ച ഫലം അതുകൊണ്ടുണ്ടായിട്ടില്ല. ലെബനനിൽ ബെയ്റൂട്ട് വരെയുള്ള പ്രദേശങ്ങൾ പിടിച്ചെടുക്കുമെന്നുള്ള ദൃഢനിശ്ചയത്തിൽ തന്നെയാണ് ഇപ്പോഴും ഇസ്രായേൽ. അതാണ് ഈ എന്താ പറയുക, ഇതി വാർത്ത സമാപ്ത എന്ന രീതിയിൽ ഇപ്പോൾ അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇതുവരെയുള്ള കഥ ഇതുവരെ എന്ന രീതിയിൽ പറയാൻ വേണമെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ ആക്രമണങ്ങൾ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ലെബണനിലേക്കുണ്ടാകും, ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് എന്നുള്ള കാര്യത്തിലും സംശയമൊന്നും വേണ്ട. എന്തായാലും കുറേ ഹിസ്ബുള്ളക്കാർ ഹിസ്ബോൾസ് ഇല്ല എന്ന് ട്രോളന്മാർ പറയുന്ന പോലെ ഹൂറിഫൈഡ് ആകും എന്നുള്ള കാര്യത്തിലും സംശയം വേണ്ട. കാത്തിരുന്ന് കാണാം ബാക്കി എന്താണ് കഥ, ഈ കഥ എങ്ങോട്ടേക്കാണ് വികസിച്ച് പോകുന്നതെന്ന്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇത് സംബന്ധിച്ച് തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.